13 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ യാത്രയെ അതിമനോഹരവും അതിലേറെ നല്ല ഓർമ്മകളും സമ്മാനിച്ച KSRTCയിലെ നല്ലവരായ ജീവനക്കാർക്കും യാത്രയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ തുടങ്ങട്ടെ. So love me less than na-na-na-na. Do so baby so I can love you less than. കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണം ഗവിയിലേക്ക്. അപ്പം ആ വളവുകളൊക്കെ നിറഞ്ഞ വഴിയാണ്. നമ്മൾ ശരിക്കും പത്ര സ്റ്റാൻഡിൽ രാവിലെ 6:30 എടുത്ത് ഗവി വണ്ടിയിലാണ് കയറിയത്. ഗവി വണ്ടിയിൽ കയറിയിട്ട് നമ്മളവിടെ നിന്ന് നേരെ വടശ്ശേരിക്കര റൂട്ടിലൂടെയാണ് വന്നത്. വടശ്ശേരിക്കര റൂട്ടിലൂടെയൊക്കെ ഇറങ്ങി. അപ്പം നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇനി വരുന്നവരൊക്കെ വെച്ചാൽ ആദ്യം നേരത്തെ വന്ന് സ്റ്റാൻഡ് വയ്ക്കുക. 6:15 ആകുമ്പോഴത്തേക്ക് വന്ന് വയ്ക്കുക.
6:30 പോകുന്നതിന് 6:30 വണ്ടി, 6:30 ഫസ്റ്റ് ഗവി വണ്ടി നമുക്ക് കിട്ടും. അതിന് കയറി ഇങ്ങനെ സൈഡ് വ്യൂ ഈ ഒരു സമയത്ത് യാത്ര എന്ന് പറയുമ്പോൾ അതെന്ന് പറയാറില്ല, ഈ മലയോര പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ തന്നെ യാത്ര ചെയ്യണം. പരമാവധി രാവിലെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ ആസ്വദിച്ച് പോകണമെന്നുണ്ടല്ലോ. വൈബുണ്ടല്ലോ, നമ്മുടെ മോർണിംഗ് വൈബ് എന്നൊക്കെ പറഞ്ഞാൽ സൂര്യരശ്മികളിങ്ങനെ മഞ്ഞിനിടയിൽ ഇങ്ങനെ നമ്മളെ കണ്ണിലേക്ക് അടിച്ചു വരുന്നുണ്ട്. പൊളിയാണ് കേട്ടോ. ആഹാരം കഴിക്കാനൊന്നും കിട്ടത്തില്ല, കഴിക്കുന്നവർ കൂടെ കഴിക്കാൻ കേട്ടോ. ഇത് ആങ്ങുമൊഴി. അങ്ങോട്ട് കഴിക്കാനൊന്നും കിട്ടത്തില്ല, കടയൊന്നുമില്ല. ആഹാരം കഴിക്കാൻ ലേഡീസിനൊക്കെ മാത്രം പറയണം, സൗകര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ ആങ്ങവയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് നമ്മുടെ ഗവി വണ്ടിയുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആങ്ങവഴിയാണ്. ഇവിടെ നിന്നാണ് ആഹാരം കഴിക്കാനുള്ളവരെല്ലാം ആഹാരം കഴിക്കും. ഡ്രൈവർമാരും കണ്ടക്ടറും ഇവിടുന്ന് കഴിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം ഗവി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഹാര സാധനങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ വരുന്നവർ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ള സാധനങ്ങളും ആ സ്നാക്സൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പാലത്തിന്റെ താഴ്വശത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആങ്ങവഴിയിലാണ് അവരുടെ ആഹാരം കഴിക്കാനുള്ള സ്റ്റോപ്പ് വണ്ടി ആദ്യം നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ഹോട്ടലൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ഫുഡൊക്കെ കരുതിക്കൊണ്ടാണ് വന്നത്, കാരണം ഇപ്പോഴത്തെ സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കരുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ അത് ആങ്ങമൊഴി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറ്റി വിടും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം വണ്ടി ഇപ്പോൾ ഇവിടുന്ന് റബിലടിച്ചു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിവിടെ കയറി കഴിക്കണം. നമ്മുടെ ഷാജാനാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ഇന്ന് നമുക്ക് എല്ലാം പറഞ്ഞു തരും. നമ്മുടെ വണ്ടികൾ നമ്മൾ കൂടിക്കൊണ്ട് പോകണേ. പൊളി ഏറി കേട്ടോ. ഹെവി വഴിയല്ലയോ, ഒരു രക്ഷാത്ത വഴിയാ. ഇതൊക്കെ നല്ല വഴിയാണ്. റോഡൊക്കെ കാണുന്നു. 10-60 കിലോമീറ്റർ ആയിരുന്നില്ലയോ? പണി നടന്നുകൊണ്ടിരിക്കുമോ? ഒറ്റ വണ്ടിയെ പോത്തും. 2 വണ്ടി. 2 വണ്ടി പോകും. 2 വണ്ടി ഉണ്ടോ? ഉണ്ടോ? വരില്ലയോ? അതെ, നമ്മളോട് ഒതുക്കി കൊടുക്കേണ്ടി വരത്തില്ലേ? നമ്മളോട് ഒതുക്കി കൊടുക്കേണ്ടി വരത്തില്ലേ? കണ്ടില്ലയോ? ഏതിനിപ്പോ എത്ര വർഷം ആയില്ലേ? ഞാൻ മറ്റേ വോൾവോ പോകുന്നുണ്ട്, സ്കാനിയായി പോകുന്നുണ്ട്, എല്ലാ വണ്ടിയിലും പോകുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ട്. 12 വർഷമായി. സ്ഥിരമായിട്ട് 3 വർഷം ഇതല്ല ഗവി റൂട്ട്. നേരത്തെ ഗവി ഓടിച്ചതാണെങ്കിൽ കഴിയില്ല. സ്ഥിരമായി ഷെഡ്യൂൾ വാങ്ങിച്ചു 3 വർഷമായിട്ട് ഗവി ഓടും. 12 വർഷമായിട്ട് ഓടുന്നത് മൊത്തത്തിൽ. എല്ലാം മാറി വരുന്നത്. രണ്ട് വണ്ടിക്ക് നേരെ 2-3 പ്രാവശ്യം ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ആനല്ലയോ? ആനെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരാഴ്ച ഞാൻ 3 വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. പേടിയതില്ല. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം പിന്നെ നമ്മുടെ മറ്റേ കെവിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. 2 കൊമ്പ് വെച്ച് പൊട്ടിച്ച് ഒരു വണ്ടി വള്ളി കഴുകി കളഞ്ഞു. പിന്നെ ഞങ്ങൾ എടുത്തോണ്ട് പോയത് പോയി കഴിയുമ്പോൾ അത് കെട്ടി ഒറ്റ ആചാരിച്ചോ? അത് ഈ ഭാഗം അപ്പുറം മുറിയാറ്. എന്തോടേത് ഇത്? ഈ സൈഡിലോട്ട് ഇങ്ങനെ ഈറയാണ്. ഈറ. അപ്പൊ ഇത് പിന്നെ ആന ഇറങ്ങി വരുമല്ലോ. ഇവിടെ ആനയുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ തിരിഞ്ഞാൽ ഇവിടെ ഒരു
3-4 മുകളിൽ പോണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. രാവിലെ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടോ? ഉണ്ട്. ആ ഉണ്ട്. മുകളിലായിട്ട് ഇവിടെ ഇതിൻ്റെ താഴെയുണ്ട്. വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഉണ്ടായിരിക്കും. അനങ്ങതില്ല. ഞാൻ കാറ് കൊണ്ടൊക്കെ വരാമെന്ന് വിചാരിച്ചാ. നമുക്കിതിൽ ആസ്വദിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. കാറ് കൊണ്ട് കുഴപ്പമില്ല. ആ കുറച്ചൊക്കെ റോഡ് മോശമാണ്. ഒരു 10 കിലോമീറ്റർ അതിലെയോ തീർത്ത് ഡേഞ്ചർ റോഡാണ്. അല്ല അത് ഒറ്റപ്പെട്ട റോഡ് കാർ ഓടിക്കാൻ പറ്റിയ റോഡല്ല. അല്ല. ഈ ഭാഗത്തോടെ അങ്ങനെ നിൽപ്പുണ്ട്. ഉണ്ടോ? ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ മണം നല്ല അടിക്കുന്നത്. ഈ ഭാഗത്ത് അക്രമം കൂടുതലുണ്ടായിരുന്നു. ആണില്ലയോ? ഇവിടെ വെച്ച് 2 അക്രമം ഉണ്ടാകും. ഗൈസ്, ഈ ഭാഗത്ത് നമ്മളിപ്പോൾ വണ്ടി യാത്ര ചെയ്യുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബസ്സിന് നേരെ ആനയുടെ അക്രമം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നമ്മൾ പോകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ആനയുടെ ഒരു സാന്നിധ്യമുണ്ട്. നമുക്ക് ആനച്ചൂര് നല്ലപോലെ അറിയാൻ പറ്റും. ലോഡ് എന്തോ കാറല്ലേ? കാറോ ഓയിലോ ഈ ഓരോസിലേക്ക് ഓയിലാണ്. ഓരോസിലേക്ക് ഓയില. ഇത് പിന്നെ അപ്പുറം മൊഴിയാണ്. അപ്പുറം മൊഴിയാണ്. പേടിച്ചു പോയി കമ്പോ അടിച്ചപ്പോ. ഫസ്റ്റ് നമ്മള് ഗവിക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ഡാമാണ് ഇട സൈഡിൽ കാണുന്നേ. മൂഴിയാർ ഡാമാണ് ഇട സൈഡിൽ കാണുന്ന മൂഴിയാർ ഡാം. ഒരു രക്ഷയില്ല. ആരും കണ്ടില്ലെന്നൊന്നും പറയല്ലേ. ഞങ്ങൾ എല്ലാം കാണിച്ചേ ഇങ്ങനെ കൊണ്ടുവന്നുള്ളൂ. ഇവിടെ 40-50 ആദിവാസി കുടുംബങ്ങളെ താമസിക്കുന്നുണ്ട്. അമ്പോളം അല്ലേ? 50 അമ്പോളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നു. മുകളിലെല്ലാം ആദിവാസികൾ താമസിക്കുന്നു. ടീമുകളല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാമിന് മുകളിലൂടെയുള്ള യാത്രയാണ്. ഇതിലേക്ക് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. വെള്ളത്തിന്റെ ഒരു തണുപ്പുണ്ട്. രാവിലെയൊക്കെ മുടിഞ്ഞ മഞ്ഞായിരിക്കുമല്ലോ. പോകും ഇവിടെ അങ്ങോട്ട് കഴിയണം. ഇവിടെ കഴിഞ്ഞാലേ ഉള്ളൂ. അങ്ങ് പോകണം. ഇവിടെ മൂഴിയാർ പവർ ഹൗസ് ഉണ്ട്. മൂഴിയാർ പവർ ഹൗസ്. പവർ ഹൗസ് പവർ ഹൗസ് മെയിൻ. അതെവിടെ? നമ്മൾ കണ്ട അപ്പുറ സൈഡില്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലയോ? അവിടെ നമ്മൾ പോകത്തില്ല. കയറത്തില്ല. അതിനകത്തുള്ള ഡാമിലെ വേണം. പവർ ഹൗസിലോട്ട് നമ്മൾ കയറത്തില്ല. പവർ ഹൗസിന് മുകളിൽ കൂടെ പോകണം. ആ മുകളിൽ കൂടെ പോകും. ആ മൂഴിയാർ വണ്ടി അതെതിരെയാ വരുന്നേ? ഇതിലേന്നാണോ വരുന്നത് മൂഴിയാർ വണ്ടി? ഈ നല്ല വളം തിരിവൊക്കെ ഉണ്ട് ഇല്ലയോ? ഇവിടെയൊക്കെ പക്ഷെ ടാറ് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ ടാറ് കേട്ടിട്ടുണ്ട്. ആണില്ലയോ? പഠിക്കാൻ പോയിരിക്കും. പഠിക്കാൻ പോകാണെങ്കിൽ ബസ് നോക്കി ഇരിക്കാൻ തോന്നും. ഡാമിലോട്ടോ ആ ഡാമിലോട്ട് പോകുന്ന വണ്ടികളാണ് കിടക്കുന്നത്. പവർ ഹൗസിലോട്ട് പോകുന്ന വണ്ടികളാണ് കിടക്കുന്നത് കേട്ടോ. നല്ല പവർ ഹൗസ് ഇതുകൊണ്ടാണ് നേരെ നോക്കിയാൽ പവർ ഹൗസ് കാണാൻ പറ്റും ഞങ്ങൾക്ക്. അടിപൊളി.
ഒത്തിരി കൊടുക്കണോ? ക്രോസിങ്ങിനപ്പുറത്ത് എവിടെയാ? ക്രോസിങ്ങിനപ്പുറത്തോട് ഇവിടെ അവര് പറഞ്ഞു അടിപൊളിയായി രക്ഷയില്ലാട്ടോ. നമുക്ക് താഴെ വർഷമുണ്ട് ഗവി റൂട്ടിലാണ്. ഗവി റൂട്ട് ഇപ്പോൾ കുറേ വർഷമായി. എങ്ങനെയുണ്ട് യാത്ര അനുഭവമൊക്കെ? എന്താ യാത്ര എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസം കാണുക കണ്ട് ഓരോ ദിവസം ഓരോ പുതിയ യാത്രക്കാർ വരും. ഓരോ യാത്രക്കാർ ചില ദിവസം ഇഷ്ടം പോലെ സാധനം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും, ചില ദിവസം ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് അധികം കാണാൻ പറ്റിയിട്ടില്ല, ഒന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച്. അല്ലാതെ ചില ദിവസങ്ങളിൽ കാണാൻ പറ്റും. ആണില്ലയോ? ശരിക്കും ഗവി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം കാണാൻ ഉണ്ടോ അതോ ഗവി നമുക്ക് പോകണം നമ്മൾ? അല്ല, ഗവി അങ്ങനെ തീർത്ത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രം അതിനകത്ത് കയറ്റി വിടത്തൊക്കെ. KSRTC അതോ KSRTC അല്ല, KFDC ഫോറസ്റ്റിന്റെ തന്നെ. ഫോറസ്റ്റ് തന്നെയാണല്ലേ? അവരുടെ ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് കയറ്റി വിടത്തുള്ളൂ. കയറ്റി വിടത്തുള്ളൂ. പിന്നെ
അല്ലാത്ത പക്ഷേ അതിന്റെ വെളിയിൽ റോഡിൽ നിന്നുള്ള അകത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനേ പറ്റത്തുള്ളൂ. ഈ ഗവി എന്ന് പറഞ്ഞാൽ ഒരു യാത്ര കണ്ടുള്ള യാത്ര ഒരു ഫീലിംഗ് അല്ലേ ഗവി യാത്ര? ഈ ഗവി യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മിക്ക ആൾക്കാർ ഈ വനയാത്ര 60 കിലോമീറ്ററല്ല വനം. വനത്തെക്കൂടെ ഒരു രസകരമായ ഒരു കാഴ്ചയും കാര്യങ്ങളും ഒക്കെയാണ്. ഓരോരുത്തർക്ക് ഓരോ ട്രെൻഡാണ്. ചിലർക്ക് മൃഗങ്ങളെ കാണണം, ചിലർക്ക് വനത്തിന്റെ ഭംഗി അറിയണം, പിന്നെ കാട്ടിലോട്ട് ഡാമൊക്കെ കാണണം, ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ നമ്മളങ്ങനെയാണ് നമുക്ക് കാട് കാണുക, അതൊക്കെയാണ് നമ്മുടെ ഒരു. ഞാൻ ശരിക്കും എത്ര വർഷം ഈ ഗവി റൂട്ട്? ഞാനിപ്പോൾ ഒരു 10 വർഷം കണ്ടു. 10 വർഷം കൊണ്ട്. ചേട്ടൻ ശരിക്കുള്ള ഫുൾ നെയിം എങ്ങനെയാണ്? ബാനർജി. വെറൈറ്റി ഒരു പേരല്ല, അധികം അങ്ങനെ കേട്ടിട്ടില്ല. ചേട്ടൻ സ്ഥലം കറക്റ്റ് വടശ്ശേരിക്കാൻ. അത് പിന്നെ കാടുമായിട്ട് കാട് കണ്ട് അവരിതായില്ലേ ഇതിപ്പോ ഞങ്ങൾ ദിവസം കണ്ടോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ട ക്രേസ് വിചിത്രതയില്ല. എപ്പോഴും കാണുന്നത് ഈ ആനകളെയൊക്കെ അല്ലേ? ആനയെ പിടിയാതെ കണ്ടിട്ടോ ഇന്നലെ എല്ലാം തൊട്ട് ഇപ്പോഴത്തെ ദിവസം പറഞ്ഞപ്പോൾ ആനയെ കണ്ടിട്ടോ. ആന കഴിഞ്ഞ ദിവസം കടവൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടല്ലേ ഇത്രയുടെ വന്യ അതിനെയൊക്കെ യാദൃശ്യമായിട്ടാണ് കാണാറ്. എന്നും കാണുന്ന സാധനമല്ല. വല്ലൊരു കാലത്തുമൊക്കെ ഈ കടുവയെ കാണുന്നു. കടുവയെ പുലിയെ ഒക്കെ കാണാറുണ്ട്. ഇന്നലെ പുലിയാന്ന് പറഞ്ഞ ഒരു പുലിയെ കണ്ടെന്ന് പറഞ്ഞു. മൃഗങ്ങളെ കാണും. ഞങ്ങൾ കാണുമ്പോൾ തന്നെ ആനയും മൃഗങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. മിക്കവാറും കാണാറുണ്ട്. കണ്ടാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും, ആൾക്കാർ കാണിച്ചു കൊടുക്കും. നിങ്ങൾ കാണുന്നതുകൊണ്ട് മൃഗങ്ങളെ നോക്കിയാൽ നിങ്ങൾ കാണും. ഞങ്ങൾ കാണത്തില്ല, കണ്ടുപിടിക്കും. കാണുന്ന സ്ഥലമൊന്നും അറിയാം. അതറിയാം. അത് ഞങ്ങൾ ആളുകളെ മാക്സിമം കാണിച്ചു കൊടുക്കും. പിന്നെ ഒരു രസമാണ്. ഇപ്പൊ നാട്ടുപുറത്ത് 40 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും ചൂട്. ഇവിടുത്തെ ഇവിടെ നമുക്ക് ചൂടിന്റെ ഇത് അറിയാൻ പറ്റുന്നില്ല. മലയിലോട്ട് നോക്കണം, ചിലപ്പോൾ മൃഗങ്ങൾ നിൽക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ മലയിലോട്ട് നോക്കുമല്ലോ, നിൽക്കണ്ടോ നോക്കാം. ഇവിടെ താഴോട്ടോ യാത്രക്കാർ കുറവൊന്നുമല്ല. ഇപ്പം ലോക്ക്ഡൌൺ കൊറോണ വന്നതിന് ശേഷം ഇത്രയും കുറവ് വന്നു. നേരത്തെ ഇങ്ങനൊന്നുമല്ല, വണ്ടി ഫുള്ളായിരിക്കും. ആളിനൊന്നും കുറവില്ല ഇവിടെ, ഇതുവരെ കുറവില്ല. ഇത്രയും കുറഞ്ഞു. വണ്ടി നിർത്തിയിട്ടേക്കുവായിരുന്നു കുറെ കാലമായിട്ട്. ഒരു 6-7 മാസം വണ്ടി നിർത്തിയിട്ടേക്കുവായിരുന്നു. അല്ല, സർവീസ് നിർത്തിയിട്ടേക്കുവായിരുന്നു. കൊറോണ വന്നതിന് ശേഷം സർവീസ് ഇല്ല. ഇപ്പൊ പിന്നെ പുതുതായിട്ട് തുടങ്ങിയാണ്. പിന്നെ തുടങ്ങിയത് സർവീസ്. ഇപ്പൊ തുടങ്ങിയിട്ട് 3 മാസമായി. കാട്ടുപോത്ത് വെപ്പണെന്ന് ചേട്ടൻ പറഞ്ഞു. അത് നോക്കാം. നമുക്കൊരു കാട്ടുപോത്തുണ്ടെങ്കിൽ കാട്ടുപോത്തിനെ കാണാൻ വേണ്ടി നമ്മളിപ്പം അല്ല കാട്ടുപോത്തല്ലത് വണ്ടി മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഒരുപാട് സൗണ്ട് ആയിട്ട് കയറിപ്പോവും. അത് പോയി. കാട്ടുപോത്തിനെ ഇപ്പോൾ കാണിച്ചു തന്നു. അപ്പോൾ ആകെ ഉണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് നോക്കി പോവാം. ആകാംക്ഷയോടുള്ള യാത്രകൾ വരാട്ടോ. അത് കരിമ്പിലുള്ളൊരു ഭാഗത്താണ് നമ്മൾ വയ്ക്കുന്നത്. വന്നൊരു ലക്കിയാ കേട്ടോ. ഏറുമാടം കാണാം. മോനെ പൊളിച്ച് ഈ ഭാഗത്ത് കൊണ്ട് വെച്ചാണ് നേരത്തെ എലഫന്റ് അറ്റാക്ക് നടന്നെന്ന് പറയുന്നത്. ഗവി റൂട്ട് ആനവണ്ടിയില് ശരി. ഇതേ ഡാമിന്റെ കേട്ടോ, കക്കി ഡാമിന്റെ ഒരു വ്യൂ നമ്മൾ കാണുന്ന കേട്ടോ. ആ, 2 മിനിറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ബസ്സില്. അപ്പൊ ഞങ്ങൾ ഇതാ ചവിട്ടിട്ടുണ്ട്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി പെട്ടെന്ന് കാഴ്ച കണ്ടുവരാം. ഇല്ലില്ല, ഞങ്ങൾ ഇതാ പോയി ഇതാവുന്നു. ഇല്ലില്ല, നൈസ് നൈസ്. മിണ്ടാതെ പോകണം ഗൈസ്, നമ്മളധികം സംസാരിക്കാൻ പാടില്ല.
ഓക്കെ, ഒറ്റയാനുള്ള മേഖലയൊക്കെ നമ്മൾ പോകുന്നേ. അല്ല ചേട്ടാ, ഞങ്ങളെ കൊണ്ട് വാങ്ങി ചേട്ടാ. ആണല്ലേ, ഒറ്റയാനുള്ളൊരു മേഖല കേട്ടോ. അത് ആനപ്പിണ്ടം കിടപ്പണം, ഞങ്ങൾക്ക് പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി റിസ്ക്കായിട്ടാണ് പോകുന്നത് കേട്ടോ. ഒറ്റയാനുള്ള മേഖല കേട്ടോ. അതുകൊണ്ട് ആ കിടക്കുന്ന വെള്ളം കണ്ടോ, കക്കി ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യൂ അധികം കാണാൻ പറ്റില്ല. ശരിക്കും ബാനർജി ചേട്ടൻ്റെ നമ്മുടെ ഷാജഹാൻ ചേട്ടനോ നമ്മുടെ സാറിനും കൊണ്ട് നമുക്ക് ഇത്രയും കാണാൻ പറ്റിയേ. സൂപ്പറായിട്ട് നമുക്കൊരു നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് കയറാൻ വളരെ റിസ്ക് മേഖല കേട്ടോ. കാരണം ഇവിടെ ഒന്നും അധികം ചിലവഴിക്കാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്ത് നേരത്തെ ഒരു സമയത്ത് ഇവിടെ ഇതുകൊണ്ട് ആനയുടെ അറ്റാക്ക് ഉണ്ട സ്ഥലമാണ്. ഒറ്റയാൻ്റെ, അതായത് ഒറ്റയാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒറ്റയാന. അപ്പോൾ അവൻ്റെ ശല്യമുള്ള മേഖല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാം. എല്ലാവരും കക്കിടാൻ കണ്ടോളൂ കേട്ടോ. ശരിക്കും നമ്മളവിടെ പേടിച്ചാണ് നിൽക്കുന്നത്. ഏത് സമയത്ത് ഇവിടെ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു മേഖലയാണ് കേട്ടോ. അവർ തിരിച്ചു പോന്നു, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരട്ടെ, കാരണം ഞങ്ങൾക്ക് വഴി അറിയത്തില്ല. ഇടയ്ക്ക് ആന നീന്തി തൊണ്ട അതേ പോയി കയറുള്ളൂ. നടുക്കൊരു സാധനം കാണുന്നില്ലേ, ഇവിടെ ആന നീന്തി പോയി അതേ കയറിയോളൂ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മരമല്ല. അല്ലല്ല, ഹെവി റിസ്കല്ലേ. കാട്ടുപോത്തും കരടിയൊക്കെ ഇഷ്ടമുള്ള മേഖല കേട്ടോ. ഒരു രക്ഷയില്ല. ചെറു സ്ലോ ചെയ്ത് തരണേ. പണ്ടത്തെ കാലത്ത് ഡാമത്തേക്ക് ഇവിടെ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞൊരു സിനിമ ഒക്കെ പിടിച്ചത് ആ കോട്ടയാണ് മുകളിൽ കാണുന്നത്. പണ്ടത്തെ ആദ്യത്തെ നസീറിന്റെയും ഇതിന്റെ ഒക്കെ സിനിമ കാണുന്നത് മല മുകളിലാണ്. ജോലി തുടങ്ങിട്ടോ തുടങ്ങിയ കാലം പോലെ അല്ലേ? രണ്ടുപേരും ഇറങ്ങുന്നുണ്ട്. നമുക്ക് താഴ്ച കാണാൻ പറ്റും. ഭയങ്കര താഴ്ചയാണ്. ഒന്ന് പറഞ്ഞു കൊടുത്തേ, താമ തുടങ്ങിയ കാലം തൊട്ടില്ലേ ഒന്ന് പറഞ്ഞു. ഉന്നാപുരം കോട്ട, നമുക്ക് അപ്പുറത്തെ ഉന്നാപുരം കോട്ടയാണ്. അവളെ കേസ് പഴയ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടാണ് അന്ന് കടുവ കടന്നേ. ആന്നില്ലയോ മരങ്ങള് നമുക്ക് നാട്ടിൽ പറഞ്ഞ ഈ കളത്തിൽ കൂടുതൽ വരത്തില്ല ഈ സാധനം. ഇവിടെ അത് ഭയങ്കര തെങ്ങിന്റെ വണ്ണമുള്ള മരമാണ്. തെങ്ങിന്റെ അത്രയും വലിപ്പം, തെങ്ങിന്റെ അത്രയും വലിപ്പമുള്ള മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ഇത്രയും തോകൻ കിടക്കുന്ന സാധനമുണ്ട്. നമ്മൾ സാറിന് ഇത് കണ്ടിച്ചെടുത്ത് ആടിന് തീറ്റ കൊടുക്കുക. മരങ്ങളായിട്ട് ഇവിടെ കാട്ടിയുണ്ട്. അത് വലിയ മരങ്ങളായിട്ടുണ്ട്. എല്ലാരും നിശബ്ദമായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. കാട്ടുപോത്ത് നിൽക്കുന്നില്ല. കാട്ടുപോത്ത് തൊട്ടിഞ്ഞ വണ്ണമൊക്കെ കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര വലിപ്പോ, ഒരു രക്ഷയില്ല സാധനം കേട്ടോ. എൻ്റെ പൊന്നെ പൊളിച്ചു. ഇത്രയും വലിപ്പമൊക്കെ കേട്ടോ. അവനെ ഇത്ര ദൂരെ നമുക്ക് കാണാൻ പറ്റും.
നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപോത്തിനെ കണ്ടു നിർത്തി തന്നാണ്. പക്ഷേ അപ്പം കൂടുതലുള്ള ഒരു അലച്ചുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോയി. നമ്മളിത് എക്കോപ്പാറ എന്ന് പറയും. നമ്മൾ ശബ്ദം ഉണ്ടാക്കി അതുപോലെ തിരിച്ച് ശബ്ദം ഉണ്ടാവും. എക്കോപ്പാറ ഇനി മേലിലാണ് കണ്ടു. ഭയങ്കര വണ്ണം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഒരു ആന, നല്ലൊരു ആനയുടെ അത്രയും വണ്ണമുള്ള ഒരു പോത്തിനെ ഇപ്പം കാണാൻ പറ്റും. അവിടെ കൂട്ടത്തോടെ നിപ്പുണ്ട് കേട്ടോ. അവിടെ ആന കാടൊക്കെയാണെങ്കിൽ അവിടെ നിപ്പുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ സമയമായി. മരത്തിലൊക്കെ തട്ടി ഗ്ലാസ് പോയാട്ടോ. നമ്മൾ കയറാൻ പോകുന്നത് ആനത്തോട് ഡാമിലോട്ട്. ആനത്തോട് ഈ ഡാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ കണ്ട കക്കി ഡാമിനും ഇനിയും നമ്മൾ കാണാൻ പോകുന്ന പമ്പ ഡാമിനും ഇതിന് പമ്പ ഡാമിന് ഓൾറെഡി ഷട്ടറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ കാണുന്ന ഡാമുകളെല്ലാം തുരക്കം അടിച്ച് ടണലടിച്ച് കണക്ട് ചെയ്തേക്കുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന സംഭവം. അപ്പം ഇതിന്റെ വാട്ടർ ലെവൽ ഇപ്പൊ നമ്മൾ കണ്ട ഡാമിന്റെ വാട്ടർ ലെവലും ഇനി കാണാൻ പോകുന്ന 2 ഡാമുകളുണ്ട്. അതിന്റെ എല്ലാം വാട്ടർ ലെവൽ ഒന്നാണ്, ഒരേ ലെവലിലാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും വെള്ളം കിടന്ന് ഫുള്ളായി വന്നു കഴിയുമ്പോൾ തുറന്നു വിടുന്ന ഷട്ടറുള്ള ഡാം ഇത് മാത്രമാണ്. ഈ ഡാം തുറന്നാണ് നമുക്കിപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ഏറ്റവും കൂടുതലുണ്ടായി. മൊത്തം നാട്ടിൻപുറത്ത് മൊത്തം പറയുമായിരുന്നല്ലോ, ഡാം തുറന്നു വിട്ട് വെള്ളം എത്തിച്ചു അല്ലെ ഒന്ന് പറഞ്ഞില്ലേ. ആ സംഭവം ഈ ഡാമാണ്. ഈ ഡാമിന്റെ അവിടെ ആ കരയ്ക്ക് അവിടെ ഷട്ടറുള്ളത്. ഈ ഡാം ഫുള്ളായി കഴിയുന്ന സമയത്ത് ഇവിടെ തുറന്നു വിട്ടാണ് ഡാമിലെ വെള്ളം നിയന്ത്രിക്കുന്നത്. നല്ലതെന്ന് പറഞ്ഞാൽ 23.5 കിലോമീറ്റർ എന്നാണ് എന്റെ അറിവ്. 23.5 കിലോമീറ്റർ മലയിടുക്കിലോട്ട് വെള്ളം ഇങ്ങനെ ചുറ്റളവിൽ കിടക്കുന്ന ഒരു സംഭവം. അതുപോലെ ഈ മറ്റു ഡാമുകൾക്കെല്ലാം ഈ കക്കി ഡാമിന് ഷട്ടറില്ല. ഷട്ടർ ഇതിനാണുള്ളത് മറ്റുള്ള ഡാം. അപ്പൊ ഈ IC ടണൽ എന്ന് പറയുന്ന ഇടയ്ക്കൊരു സൂപ്പർ കാറ്റുണ്ടല്ലേ. പറഞ്ഞേ ഷട്ടർ വെച്ചിട്ട് ഈ പമ്പ ഡാമും ഇതും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടണൽ ഇങ്ങോട്ടൊരു തുറക്കം വന്നേക്കുന്നതിന് അടച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ ലെവല് ഒരുപോലെ നിൽക്കുകയും വെള്ളം ഇവിടെ കൂടുതലും വരികയാണെങ്കിൽ ആ ICയിലെ ഷട്ടർ അങ്ങ് താക്കും. പമ്പ ഡാമിൽ വെള്ളം കൂടും. ആ പമ്പയിലെ വെള്ളം തുറന്നു വിട്ടാൽ നമ്മുടെ ചെവി പോലെ പമ്പയിലോട്ടായിരുന്നു. അവിടെ പമ്പ വെള്ളം കുറഞ്ഞുന്ന സമയത്ത് അവിടെ അയ്യപ്പന്മാരൊക്കെ ഉള്ള സമയത്ത് പമ്പ ഡാം തുറന്നു വിട്ട് വെള്ളം എത്തിച്ചെന്ന് പറയുന്നത് അത് പമ്പ ഡാം. അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ആ ഡാം കാണിച്ചു തരാം. നമ്മൾ ആ ഡാമേ കയറത്തില്ല. അപ്പോൾ മൊത്തത്തിലുള്ള ഈ ഡാമുകളിലെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുള്ള ഷട്ടറുള്ള ഡാം ഇതാണ്. ഇത് ഫുള്ളായി കഴിഞ്ഞെങ്കിൽ തുറന്നു കൊടുക്കും. ആ വെള്ളം തുറന്നു വിട്ടാൽ അങ്ങോട്ട് ചെയ്യുന്നുണ്ടാവട്ടെ. താഴോട്ട് നോക്കി അവിടെ മുഴുവൻ ഇടിഞ്ഞാൽ അപ്പോൾ ഇടിഞ്ഞ കുറച്ചല്ല, മല മൊത്തം ഇടിഞ്ഞാൽ ഉണ്ടോ. തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് അത് ഇറക്കി കാണിക്കാം. സമയം ഉണ്ടെങ്കിലും കാരണം നമ്മുടെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയൊക്കെ വെച്ച് വണ്ടി ഓടിയെത്താൻ സാധ്യത. ഇതാണ് ഷട്ടർ. ഇതാണ് അത്. അങ്ങോട്ട് തിരിയുമ്പോൾ കാണാം, അവിടെ ചെല്ലുമ്പോൾ എടുക്കാം. ഇവിടെ വരെ വെള്ളം കിടന്ന ഇവിടെ തുറന്നു വിടും. നിറഞ്ഞെങ്കിൽ മാത്രമേ തുറന്നു വിടത്തുള്ളൂ. മുട്ടി കിടന്ന് ഈ ലെവൽ വരെ വെള്ളം വരും. ഇതാണ് വെള്ളത്തിന്റെ പാട് കണ്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. അതിന്റെ മെഷർമെന്റ് കണ്ടോ. അതിന്റെ മെഷർമെന്റ് കാര്യങ്ങൾ ഈ ഡാമില് മെഷർമെന്റ് കാണിക്കുന്നത് എത്ര ലെവൽ വരെ വെള്ളം വരും. 982 അടിയില് 982 അത്രയല്ല, കുറച്ചുകൂടെ താഴെ വരുമ്പോൾ ഡാം തുറന്നു. കരടിയില്ലയോ വെള്ളം ഇതെല്ലാം കയറി ഫുള്ളായി കിടന്നോ. ആന്നില്ലയോ. ഇതെല്ലാം വെള്ളം ഫുള്ളായിരുന്നു. ഈ ഭാഗത്തല്ലേ ഈ ഡാമിലെ വെള്ളം ഫുള്ളായി കിടന്ന മേഖലയാണ് കേട്ടോ. അപ്പോൾ ആനക്കൂട്ടത്തോടുണ്ട് ഗൈസ്. ആന പോവുകയാണ്. അവിടെ വണ്ടിയുടെ സൗണ്ട് കേട്ടോ, കൊണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. കൂട്ടത്തോടുള്ള ആനയാട്ടോ. പരമാവധി നമ്മൾ ഈ ചേട്ടൻ നമ്മൾ വാണ്ടിച്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഈ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അലക്കായിരിക്കുക. പരമാവധി അലക്കായിരുന്ന മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റൂ. അല്ലേ ചേട്ടാ? മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മേളം ഉണ്ടാക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുങ്ങൾ സ്ഥലം വിടും, പിന്നെ നിൽക്കത്തില്ല. പിന്നെ ചിലത് വയലന്റ് ആയിട്ട്, ആനയൊക്കെ ആണെങ്കിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വയലന്റ് ആയിട്ട് കയറി വരും. അതുകൊണ്ട് ബഹളം ഉണ്ടാക്കാതിരുന്നാൽ അതുങ്ങൾ അതിന്റെ പടി നോക്കി പോകുന്നു. നമ്മുടെ രീതിക്ക് പോകും. നമുക്ക് അതിനെ കാണാൻ പറ്റും. ഒരിക്കലും അക്രമികളായിട്ട് മൃഗങ്ങൾ മാറത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ കഴിവതും ഉപദ്രവിക്കാതിരിക്കുക.
ഞാൻ മ്ലാവ് എന്നാണ് കേട്ടത്. തേച്ച് ഞങ്ങളെ തേച്ച്. അതിനോട് കാണി ആ വീഡിയോ ഇത് മാത്രം നോക്കണ ഇതിലോട്ട് പോയി അടുപ്പിച്ചോണ്ട് പോയി എഡിറ്റ് തീരുവോ? ഒന്നും കള്ളത്തരമല്ലെന്നാണ് തെളിവാണ് നമുക്ക് പറഞ്ഞത്. പൊളിഞ്ഞിറങ്ങുന്ന ഓഫ് റോഡ് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടേക്ക് നമുക്ക് റോഡ് ആസ്വദിച്ച് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മൃഗങ്ങളെയും കിട്ടും കേട്ടോ. നല്ല നല്ല കൊടും കാടാണ്. ഇപ്പം ഞങ്ങളുടെ സൈഡ് കാണാൻ പറ്റും. 85 കിലോമീറ്റർ കാടില്ലയോ? ഈ കാട് മൊത്തം കാടാ. രക്ഷയില്ല. കാട് മൊത്തം ഫോറസ്റ്റാണ്. അതാണ് രക്ഷയില്ല. ഇപ്പഴേ എനിക്ക് വണ്ടി ഓളം വന്നേട്ടോ. ഓഫ് റോഡ് വന്നപ്പോഴാ. എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ? എങ്ങനെയുണ്ട്? കാട് കരയാനില്ല. ശരിക്കും നമുക്ക് മലപ്പുറംകാരൊക്കെ ഉണ്ട്. എന്ത് മലപ്പുറംകാരെന്ത്? മലപ്പുറംകാരൻ നമുക്ക് മലപ്പുറംകാരെടുക്കാൻ ചോദിച്ചേക്കാം. മലപ്പുറം ചേട്ടാ എവിടുന്ന്? ചേട്ടൻ എവിടുന്ന് വരുന്നേ? മലപ്പുറംകാരാണോ അവര്? ചേട്ടാ എവിടുന്ന് വരുന്നേ? ഞങ്ങളത് സെയിം മലപ്പുറം വൈലത്തൂര്. മലപ്പുറം വയലത്തൂര്. നിങ്ങളെല്ലാം ഒന്നിച്ചിട്ട് പറയാണോ? അല്ലല്ല, നമുക്ക് ആന നിപ്പുണ്ട്. ആ മലപ്പുറത്ത് ആ മലയുടെ മുകളിൽ ആന നിപ്പുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. ക്യാമറ എത്തിപ്പെടാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പക്ക ഓഫ് റോഡ് അടിച്ച് ഇനിയാണ് ശരിക്കും ഗവിയുടെ ഓഫ് റോഡുകൾ തുടങ്ങുന്നത്. ആനത്താര നമുക്ക് അപ്പുറത്ത് ആനത്താര കാണാൻ പറ്റും കേട്ടോ. ആന ഇറങ്ങി വരുന്ന ഇതിലേക്കാണേ. ഇത് ഈ വരുന്ന ആനത്താരയാണത്. ശരിക്കും ആന മാത്രം പോകുന്ന വഴി ആനത്താര കണ്ടോ. ആനത്താരേക്കൂടൊക്കെയാണ് പോകുന്നത്. ആ എല്ലാരും പിടിച്ചൊക്കെ ഇരുന്നോ. നീ പറഞ്ഞില്ലെന്ന് വേണ്ട. കട്ട് ഓഫ് റോഡ് ആണ് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ നിൽക്കുന്ന അപ്പുറത്ത് ആനയുണ്ട്. ഒരു രക്ഷയില്ല. അപ്പുറത്ത് ആനയുണ്ട്. ആനവണ്ടി വരുന്നുണ്ട്. ആനവണ്ടി അപ്പുറത്ത് ആന. അതാണ് നമ്മുടെ അവസ്ഥ. ആനവണ്ടി വരുന്നു. അപ്പുറത്ത് കാണാത്ത ആനയുടെ സൗണ്ടുണ്ട്. ആനച്ചൂരുണ്ട്. എന്റെ പൊന്നെ, ഇതൊക്കെയാ ഫീല്. ശരിക്കും ഗവിയാത്ര എന്ന് പറയുമ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഏതാ ഡാമാണ്. ഇവിടെ പണ്ട് നേരത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കടുവാടയും പുലിയുടെയും ആക്രമണം അതുപോലെ ഭയങ്കര ഇത് കാരണം ഇവിടെയുള്ള താമസക്കാരെല്ലാം ഫോറസ്റ്റുകാരെല്ലാം പേടിച്ച് അപ്പുറത്ത് മാറിയേക്കോ. പകൽ സമയങ്ങളിലേ ഉള്ളൂ ഇവിടെ ചെക്ക് പോസ്റ്റ് ഓൾറെഡി പിന്നെ ഇത് അവൈലബിൾ അല്ല. കാരണം അതുപോലെ ശല്യമാണ്. ആനയും പിന്നെ കാട്ടുപോത്തും പുലിയും കടുവ ഏറ്റവും കൂടുതൽ. നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആനവണ്ടിയിലെ ഒരു കാടിയാത്ര ഇതിനകത്ത് ഇത്രയും പ്രതീക്ഷിക്കാത്തൊരു തികച്ചും വ്യത്യസ്തമായിരുന്നു. സൈഡ് മൊത്തം കാടാട്ടോ. ഏതാ ഇവിടെ എല്ലാം മൃഗങ്ങളായിരിക്കില്ലയോ? അത്യാവശ്യം ഒന്നുണ്ടെങ്കിൽ സിനിമാലന്മാരെക്കാളാ.
ഇതുകൊണ്ട് ശരിക്കും അവിടെ നേരത്തെ വെച്ച് സ്പീഡിൽ വന്നത് കേട്ടോ. കാരണം ഇവിടെ ശരിക്കും ഓഫ് റോഡ് ആയതുകൊണ്ട് നമുക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഏത് സമയത്തും റോഡേ ഇറങ്ങാം. അങ്ങനെ കുറേ വിഷയങ്ങളുള്ള റോഡ് കേട്ടോ. ആനത്താര ഈ കാണുന്നത് ആനത്താരയാണ് കേട്ടോ. കാരണം ഇത്രേ നമുക്ക് ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാം കണ്ട്, കാരണം നമ്മൾ എവിടെയൊക്കെ ട്രിപ്പ് പോകുമ്പോഴേ നമ്മൾ ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഗൈഡുമാർ കൂടെ വരുമ്പോൾ അവർ നമുക്ക് കാണിച്ചു അതിൽ കൂടുതലാണ് കേട്ടോ ഈ രണ്ട് ചേട്ടന്മാർ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുന്നതും അതിൻ്റെ വിവരണങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. ഹെവിയാണ്. ഹെവി യാത്ര പോകണം. ഇതുള്ള ആൾക്കാരൊക്കെ പോകണം. ചിറ്റുമല എന്നുള്ള സ്ഥലത്തായി ചിറ്റുമല കേട്ടോ. നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് ചിറ്റുമല. പോത്തുപാറ ആ സൈഡിൽ കാണുന്ന പോത്തുപാറ സ്ഥലമാണ്. ആണല്ലേ? ഏത് സമയം കൊണ്ട് പോത്തിറങ്ങുന്ന സ്ഥലമാണ് അതെ. അവിടെ പോത്തുപാറ എന്നൊക്കെ പറയുന്നത്. തീർത്ത് ഓഫ് റോഡ് എന്ന് പറയാനല്ലോ, ഹെവി ഓഫ് റോഡ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓഫ് റോഡ് കേട്ടോ. കൊച്ചു വണ്ടി കൊണ്ടൊന്ന് വരുന്ന റിസ്ക് ആണ്. കയറ്റി വിടത്തുമില്ല. കാരണം അതുപോലെ വന്യജീവികളുടെ ഒരു ആരും അലക്കരുത്. അതിന്റെ കൂട്ടം കണ്ടോ. അവര് നമ്മളെ നോക്കുന്ന കേട്ടോ. അവര് നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്യും കേട്ടോ. നമ്മളെ കാലോട് കയറി നമ്മൾ എന്തായാലും ബാഗെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. എല്ലാം ചോദിച്ചു, എല്ലാം വാങ്ങിച്ചു. കുപ്പിയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് പിന്നെ വേറെ എന്തെങ്കിലും ഇവിടുന്ന് കാട്ടിൽ നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ, ലഹരി മരുന്നുണ്ടോ, അതൊക്കെ പരിശോധിക്കുന്നുണ്ട് ആളും. പിന്നെ ഈ ഇലക്ഷൻ സമയം അല്ല പിന്നെ സീസൺ സമയമാണെങ്കിൽ ഈ LTT ഈ പ്രാതികളോ കാര്യങ്ങളോ പണ്ട് കുടിയേറി പിന്നെ ഇവിടുന്ന് ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്തവരെ അവിടെ ഗവി കൂടുതലുള്ളവരെ LTT അവർ ഒരു 2-3 തലമുറയ്ക്ക് മുമ്പുള്ളവരാണ്. ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല. ഇവിടെ പൗരത്വം കൊടുത്തു. പക്ഷേങ്കിൽ എന്നാലും ആൾക്കാരൊന്ന് വരാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു 2 വണ്ടിയുള്ള ആശ്രയം അവർക്ക്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് പരമാവധി കയറ്റി കൊടുത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങനെ മുമ്പ് വള്ളക്കട ചെക്ക് ചെയ്യും. ഇങ്ങനെ 2 ചെക്ക് ചെയ്യുന്നുണ്ട്. ചെറുവണ്ടിയൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്യും. പിന്നെ ബസ്സിന് അത്രയും ഇതില്ല എങ്കിലും നോർമൽ വണ്ടികൾക്ക് ഇപ്പോൾ പൈസ കടത്തൊക്കെ വരുമെന്ന് ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷൻ വെക്കേഷൻ എല്ലാം നോക്കും. ഭാഗ്യം പരിശോധിക്കും. അങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മൾ നല്ല റോഡിൽ കയറി. നമുക്ക് സൈഡിൽ കാണാം കേട്ടോ. നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. 4ാമത്തെ ഡാം. അങ്ങനെ പമ്പയിലെ ശബരിമല പമ്പയിലെ വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം ശരിക്കും നമ്മൾ സീസണൊക്കെ തുടങ്ങി, ശബരിമല സീസൺ തുടങ്ങി കഴിയുമ്പോൾ പമ്പ നദിയിൽ വെള്ളം കുറയുമ്പോൾ ഇവിടെയും തുറന്നു വിടാൻ വെള്ളം എത്തിക്കുന്നത് ആസ്തരമൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഗവി റൂട്ട് എന്ന് പറഞ്ഞാൽ ഡാമുകളുടെ ഒരു ഇതല്ലേ, ഡാമുകളുടെ ഒരു ഏരിയ കൂടെ അല്ലേ? അത് ഇന്ത്യയിൽ 2 ഇടത്തേ ഉള്ളൂ. ഒന്ന് തായ്ലൻഡ് ഭാഗത്തും ഒന്ന് പിന്നെ ഈ കേരളത്തിലെ ഈ ഇവിടെ ഗവിയിലും ഉള്ളൂ. അവിടെ ഒരു മരമേ ഉള്ളൂ. ഇവിടെ 2 മരമായിരുന്നു. അതിൽ ഒരെണ്ണം കഴിയണയ്ക്ക് കാറ്റ് തൊടിഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോയി. ഒരു മൂട് മരം റോഡ് സൈഡിൽ പോയി. 1 മൂട് മരമുള്ളൂ. ഉൾക്കാട്ടിലൊന്നും വേറെ മരങ്ങളില്ല. അതിപ്പോൾ കാണിച്ചു തരാം. എക്കോ ടൂറിസമാണ്. ഇവിടെ ഫുഡ് കാന്റീന് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ എല്ലാം ഉണ്ട്. റൂം, ബോട്ടിങ്, സൗണ്ട് ബോട്ടിങ് സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ടിക്കറ്റ് പാസ്സാണ്. ഓടി നിൽക്കുന്നല്ല, താഴെ വള്ളി കയറി കിടക്കുന്നത് ജാഫർ മരങ്ങൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ലക്ഷദ്വീപിലാണ് ഉള്ളത്, പിന്നെ ഇന്ത്യയിലും ഉള്ളത്. അതിൽ ആ മരം അതിലിപ്പോൾ ഇവിടെ 2 ഉണ്ടായാലും ഒന്ന് ഒടിഞ്ഞു പോയി. അതിൽ ഓർമ്മ നിൽക്കുന്ന മരമായി. ലോഹയുടെ പേടകം തീർത്ത ജാഫർ മരങ്ങൾ ഇവിടെ 2ആയിരുന്നു. ഒരെണ്ണം അങ്ങ് പോയി, ഒരെണ്ണം ഒടിഞ്ഞ് താഴെ പോയി. ഇനിയുള്ളത് ലക്ഷദ്വീപിലാണ് ഉള്ളത്, അല്ലാതെ ഇന്ത്യയിലില്ല.
നമ്മൾ ഗവിയിൽ എത്തിയിരിക്കുകയാണ്. ഗവി നമ്മളിപ്പോൾ സ്കൂളൊക്കെ കണ്ടു. അവിടെ മുതലേ ഗവി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 3500 രൂപയാണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. അത് ഓൺലൈൻ കയറി ഞങ്ങൾ പാസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗവിയിൽ ഇറങ്ങുന്നവരാരെങ്കിലും ഗവി എന്ന് പറയുന്ന സ്ഥലം ഗവി പോയിന്റ് കാണുന്നുണ്ടോ? ഗവി വെള്ളച്ചാട്ടം വെള്ളം കെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഡാമിന്റെ വെള്ളം കുടിക്കുന്നുണ്ടോ? ഒക്കെ ഇറങ്ങി വെള്ളം കുടിക്കുന്നു. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ നേരെ കുമിളിക്ക് പോവാണ്. കാരണം നമ്മളിവിടെ നേരെ കുമിളിക്ക് നമ്മുടെ യാത്ര ചെറിയൊരു മാറ്റമാണ്. അതായത് നമ്മൾ കുമിളിയും കൂടെ പോയി ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് കണ്ട് തിരിച്ചു വരാം. ഗവി എന്ന് പറയുന്നത് കൊച്ചൊരു പ്രദേശം. ആ കാണിച്ച പ്രദേശങ്ങളേ ഉള്ളൂ ഗവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ബാക്കി നമ്മൾ കുമിളി റൂട്ടിലോട്ട് പ്രതീക്ഷിക്കാൻ പോവാണ്. സൂപ്പർ യാത്രയാണ്. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അപ്പോൾ മുമ്പോട്ട് നമുക്ക് നല്ല നല്ല ദൃശ്യങ്ങളാണ് പ്രതീക്ഷിച്ചാണ് നമ്മൾ യാത്ര ചെയ്തത്. നിങ്ങളെ എത്രയും നല്ല ദൃശ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. നമ്മൾ അങ്ങനെ നല്ല കാഴ്ചകൾ കണ്ട് കണ്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അത് ആനവണ്ടി സവാരി, ഗവിയിലൂടെ ആനവണ്ടി സവാരി ഇങ്ങനെ പോവുകയാണ്. കഴിഞ്ഞിട്ടില്ല.